ഹലോ നമസ്കാരം രഞ്ജിത്ത്. പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് ഒരു അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോം തുടങ്ങുക, എത്രയും പെട്ടെന്ന് നമുക്ക് തുടങ്ങി വിജയിപ്പിക്കാൻ സാധിക്കുമോ എന്നൊക്കെ. അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോമുകൾ തുടങ്ങാൻ പോകുന്ന ആളുകളോട് ഉള്ള കുറച്ച് കാര്യങ്ങളാണ്, വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഈ അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, സർവീസ് പ്രൊവൈഡേഴ്സിനെയും കസ്റ്റമേഴ്സിനെയും കൊണ്ടുവന്ന് സർവീസ് പ്രൊവൈഡേഴ്സിന് സാധനങ്ങൾ വിൽക്കാനും കസ്റ്റമേഴ്സിന് മേടിക്കാനും നമ്മൾ ഒരുക്കി കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോം. ഫോർ എക്സാമ്പിൾ സൊമാറ്റോ പോലെ, സ്വിഗ്ഗി പോലെ, ഊബർ പോലെ. അപ്പം പല ആളുകളും ധരിക്കുന്നത് നമ്മളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ, വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനകത്ത് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും, അതിൻ്റെ ഒരു കമ്മീഷൻ മേടിക്കാം, വളരെ ഈസി ആയിട്ട് നമുക്ക് വലുതാവാം എന്നുള്ളതാണ് നമ്മളുടെ ഒരു പെട്ടെന്നുള്ളൊരു ധാരണ. വളരെ തെറ്റായ ധാരണയാണ്. ഒരുപക്ഷെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ് അഗ്രിഗേറ്റർ മോഡൽ. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ കാരണം ഞാൻ പറയാം, ഒരു എക്സാമ്പിളായിട്ട് തന്നെ പറയാം. സൊമാറ്റോ പോലെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക, ഒരു ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സർവീസ് പ്രൊവൈഡേഴ്സിനെ ബോർഡ് ചെയ്യണം, അല്ലേ? അതിനകത്ത് സർവീസ് പ്രൊവൈഡേഴ്സ് വേണം, അല്ലാതെ നേരെ നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് പോകാൻ പറ്റില്ല. കസ്റ്റമേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ അവിടെ സർവീസ് പ്രൊവൈഡേഴ്സ് ഇല്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ റെസ്റ്റോറൻറ്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് നമ്മളോടുള്ള വിശ്വാസം നഷ്ടപ്പെടും. അപ്പോൾ അവരതിനകത്ത് സ്റ്റിക്ക് ചെയ്യില്ല. അപ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് സർവീസ് പ്രൊവൈഡേഴ്സിനെ കണ്ടെത്തണം. അപ്പോൾ റെസ്റ്റോറൻറ്റ്സിനെ ലിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു റെസ്റ്റോറൻറ്റ് അടുത്തേക്ക് പോകുമ്പോൾ അവർ ആദ്യം ചോദിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് എത്ര ഡൗൺലോഡ്സ് ഉണ്ട്, എത്ര കസ്റ്റമേഴ്സിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്, നിങ്ങൾ എത്ര ഞങ്ങൾക്ക് കമ്മീഷൻ തരുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചോദിക്കുക. അപ്പോൾ അത് കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം എന്താ, നമ്മൾ സ്റ്റാർട്ടപ്പാണ്, നമ്മുടെ കയ്യിൽ ആരുമില്ല, നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നില്ല, നമുക്ക് കസ്റ്റമേഴ്സ് ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ ഇനീഷ്യലി തന്നെ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസ് ഉണ്ടാക്കി, നമ്മളെ കുറച്ച് അഡ്വർടൈസിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മൾ വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ളൊരു ടീമൊക്കെ ബിൽഡ് ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ചെയ്ത് ചിലപ്പോൾ ഒന്ന് പുഷ് ചെയ്ത് ചിലപ്പോൾ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് വേണ്ടി വരും ഈ പറയുന്ന റെസ്റ്റോറൻറ്റ്സിനെയൊക്കെ ഓൺ ബോർഡ് ചെയ്യാനായിട്ട്. അങ്ങനെ കുറേ റെസ്റ്റോറൻറ്റുകളെ ഓൺ ബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാനും പറ്റില്ല. സൈമൾട്ടേനിയസ് ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഒപ്പം നമ്മൾ കസ്റ്റമേഴ്സിനെ കൂടി നമ്മൾ ഓൺ ബോർഡ് ചെയ്യണം. എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ ഓൺ ബോർഡ് ചെയ്യുന്നത്? കസ്റ്റമർ അവയർനെസ് കൊടുക്കണം, ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് അറിയിക്കണ്ടേ. എങ്ങനെ അറിയിക്കണം? ഓരോ ആളുകളിലേക്കും ഒരു 10 തവണയെങ്കിലും ഒരാൾ ഇതിനെക്കുറിച്ച് കേൾക്കുകയും കാണുകയൊക്കെ ചെയ്താലാണ് ഒരു തവണ അയാളൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാനായിട്ട് മെനക്കെടുക്കുക. അപ്പം ഇത്രയും പുഷ് ആളുകളിലേക്ക് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിനുവേണ്ടി അത്രയും സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. അത്രയും ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ അത്രയും സ്പെൻഡ് ചെയ്യണം. അത് കഴിഞ്ഞ് വന്ന് ഇത് ഓർഡർ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്ന സംഭവത്തിനെ കണക്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നതാണ് ഏറ്റവും ആദ്യത്തെ പ്രശ്നം. അതായത് സർവീസ് പ്രൊവൈഡേഴ്സിനെ ഓൺ ബോർഡ് ചെയ്യണം, കസ്റ്റമേഴ്സിനെ ഓൺ ബോർഡ് ചെയ്യണം. ഹ്യൂജ് പരിപാടിയാണ്, അത്യാവശ്യം നല്ലോണം സ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഓക്കെ, ഇനി ഒരു കസ്റ്റമർ വന്നു, നമ്മളൊരു സർവീസ് അതിനകത്ത് നിന്ന് എടുക്കുകയാണെന്ന് വിചാരിക്കുക, ഫുഡ് ഓർഡർ ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാക്കിയുള്ള എല്ലാ ടെക്നിക്കാലിറ്റീസും പക്കയാവണം. അപ്പോൾ ബാക്ക് എൻഡ് പ്രോപ്പറായിരിക്കണം. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ഇൻഫർമേഷൻ കിട്ടുക, ലോജിസ്റ്റിക്സ് പാർട്ട്ണർ ആരാണോ അയാൾക്ക് ഇൻഫർമേഷൻ കിട്ടുക. ഇതെല്ലാം ബാക്ക് എൻഡ് ഓപ്പറേഷൻസിൻ്റെ ഭാഗമാണ്, ടെക്നോളജിയുടെ ഭാഗമാണ്. നമ്മുടെ ടെക്നോളജി ഫ്രെയിം വർക്ക് സൂപ്പറായിരിക്കണം, നമ്മുടെ ആപ്പിൻ്റെ ഫ്രെയിം വർക്ക് നന്നായിരിക്കണം. പലപ്പോഴും നമ്മൾ വളരെ ചെറിയ കോസ്റ്റിലേക്കായിരിക്കും ആപ്പ് ഉണ്ടാക്കുന്നത്. പലപ്പോഴും ഒരു 10 പേര് ഒരുമിച്ച് കയറി കഴിഞ്ഞാൽ ക്രാഷ് ആവുന്ന ആപ്പുകളായിരിക്കും പലതും. അങ്ങനെയാണെങ്കിൽ തന്നെ അവിടെ നിന്ന് പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഒന്ന് ടെക്നോളജിയാണ്. രണ്ടാമത്തെ ആ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു ടെക്നോളജി ഫ്രെയിം വർക്കിൽ തന്നെ ആപ്പ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അതിനും അത്യാവശ്യം നല്ല കോസ്റ്റ് ആവും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ കോസ്റ്റ് അതിനാവും എന്നുള്ളതാണ് സത്യം. അത് കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം ആരംഭിക്കുകയാണ്, ഈ പറയുന്ന ലോജിസ്റ്റിക്സ് പാർട്ട്ണർക്ക് കൃത്യമായി അത് ചിലപ്പോൾ നമുക്ക് ഇൻഹൗസായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്താൽ അവരുടെ കംപ്ലീറ്റ് കൺട്രോൾ നമ്മളുടെ കയ്യിലുണ്ടാവില്ല. മാത്രമല്ല, അവരുടെ കംപ്ലീറ്റ് കൺട്രോൾ നമുക്ക് ഉണ്ടാവണമെങ്കിൽ അവർക്ക് അത്യാവശ്യം നന്നായി പേ ചെയ്യേണ്ടി വരും. നന്നായി ലോജിസ്റ്റിക്സ് പാർട്ട്ണർക്ക് പേ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള മാർജിൻസ് എല്ലാം തന്നെ ഈ പറയുന്ന ലോജിസ്റ്റിക്സ് പാർട്ട്ണർ, ഡെലിവറി പാർട്ട്ണർ മിക്കവാറും ഈറ്റ് ചെയ്യും, അതായത് ഇല്ലാതാവും. അവർക്ക് കൊടുത്ത് തീർക്കാനുള്ള മാർജിനെ നമുക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരു പ്രത്യേക ഏടാകൂടം എന്നൊക്കെ പറയുന്ന പണ്ട് കാലത്ത് റൂബിക്സ് ക്യൂബ് ഉണ്ടായിരുന്നല്ലോ പണ്ട് കാലത്തെ എന്ന് പറയുന്ന അവസ്ഥയാണ്. ഇറ്റ്സ് നോട്ട് ഈസി, ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഒരെണ്ണം മുറുകുമ്പോൾ മറ്റതായുമ്പോൾ മറ്റത് മുറുകുന്നു എന്ന് പറയുന്ന പോലെ ഒരു മെസ്സപ്പാണ്. അപ്പോൾ ഇതിന് കൃത്യമായ പ്ലാനുകളില്ലാതെ ഒരു കാരണവശാലും അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങാൻ പാടില്ല. എന്തിനാണ് പ്ലാൻ ഉണ്ടാവുന്നത്? അപ്പോൾ അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോമുകൾക്ക് പല ഫേസുകളായിട്ടാണ് പോകുന്നത്. സർവീസ് പ്രൊവൈഡേഴ്സിനെ ബോർഡ് ചെയ്യുന്നത്, കസ്റ്റമേഴ്സിനെ ബോർഡ് ചെയ്യുന്നത്, എപ്പോഴാണ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യേണ്ടത്, ഏത് തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് വേണ്ടത്, ഏത് തരത്തിലുള്ള പ്രൊമോഷനാണ് വേണ്ടത്, ഏത് തരത്തിലുള്ള പുഷ് കൊടുക്കണം, ഇതിലൊക്കെ ക്ലാരിറ്റി ഉണ്ടാവണം.
മാർക്കറ്റിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവണം, കൺസ്യൂമർ പ്രിഫറൻസിനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാവണം. ഈ ടെക്നോളജി പാർട്ട്ണർ ആയിരിക്കണം. ഇൻഹൗസ് ആയിട്ട് തന്നെ ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ കൂടി ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കൂ. അല്ലാതെ നമുക്ക് ടെക്നോളജിയെ കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ വേറെ തേർഡ് പാർട്ടി മാത്രം ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എഗെയിൻ ഡെലിവറി പാർട്ട്ണറുടെ കാര്യത്തിൽ നമുക്ക് വളരെയധികം കോൺഫിഡൻസ് ഉള്ള ഒരു ഡെലിവറി പാർട്ട്ണറെ വെച്ച് മാത്രമേ ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതിനൊക്കെ അപ്പുറമാണ് ബാക്കി വരുന്ന കംപ്ലൈൻറ്റുകളും പ്രശ്നങ്ങളും അതിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതികളും കസ്റ്റമർ സർവീസും ഒക്കെ. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ പ്രശ്നം, ഫുഡ് ആയതുകൊണ്ട് തന്നെ, ഫുഡിൻ്റെ കാര്യത്തിലാണ് ഞാനിപ്പോൾ പറയുന്നത്, എല്ലാ അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോമിനും ഇതേ പ്രശ്നമുണ്ട്. എങ്കിൽ പോലും ഫുഡാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നതെങ്കിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്, വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഡീൽ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നിങ്ങളൊരു അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോം തുടങ്ങണമെന്നുള്ള ആഗ്രഹമായിട്ട് ഇരിക്കുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം ഈ ഫാക്ടറുകളെല്ലാം കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഇതിനെല്ലാം തരണം ചെയ്യാമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ, അത്രയും സമയവും അത്രയും പണവും നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോമിന് വേണ്ടി റെഡി ആവുക. എന്നിട്ട് നിങ്ങൾക്കൊരു പ്ലാൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെയൊക്കെ കണക്ട് ചെയ്യാവുന്നതാണ്. ബിക്കോസ് നമ്മൾ ഒരുപാട് അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോംസിന് പ്ലാനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ശരിക്കും നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്നു അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോംസിന് ഒരു 10-15 കമ്പനികൾ നമ്മൾ കഴിഞ്ഞൊരു 3-4 വർഷത്തിനിടയിൽ സമീപിക്കുകയും പ്ലാനുകൾ ഉണ്ടാക്കി കൂടുകയും ചെയ്തിട്ടുണ്ട്. 2-3 കമ്പനികൾ മാത്രമേ ഓപ്പറേഷൻസിലേക്ക് വന്നിട്ടുള്ളൂ. അതിന് കാരണം എന്താ വെച്ചാൽ ബാക്കിയുള്ളവർ ഈ പ്ലാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ആവശ്യമുള്ള ഫണ്ടിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അത് ഉണ്ടാക്കാനുള്ളൊരു തത്രപ്പാടിലാണ്. ഇൻവെസ്റ്റേഴ്സിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ, എനിക്ക് തോന്നുന്നു 2-3 ആൾക്കാർ ആ പ്ലാൻ കൃത്യമായിട്ട് കണ്ടപ്പോൾ ഇത് വേണ്ടാന്ന് വെച്ചു. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇത്രയും ബാൻഡ് പിടുത്തുള്ളൊരു സംഭവമാണെന്നുള്ളത്. അപ്പോൾ പലപ്പോഴും ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പ്ലാൻ ആവശ്യമായിരിക്കും, ചിലപ്പോൾ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ആവശ്യമായിരിക്കും. അപ്പോൾ എന്തായാലും ഒരു പ്ലാൻ ആവശ്യമാണ്. ഇഫ് യു വോണ്ട് എ പ്ലാൻ, അത് അഗ്രിഗേറ്ററിന് മാത്രമല്ല വേറെ ഏതൊരു ബിസിനസ്സിനാണെങ്കിലും നിങ്ങൾക്കൊരു പ്ലാൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കണക്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.